മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ശുഭകരമായ ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കണം. പോസിറ്റീവ് തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. ഇത് കർത്താവിൻ്റെ തന്നെ മനോഭാവമാണ്. കർത്താവെല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ആ ഒരൊറ്റ ചിന്ത തന്നെ മതി. പരസ്പരം നോക്കിയിട്ട്, ഇപ്പോൾ അലക്സ് എൽസയെ നോക്കിയിട്ട് പറയാം നന്നായിരിക്കുന്നു കേട്ടോ, എൽസ അലക്സിനെ നോക്കിയിട്ട് നന്നായിരിക്കുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എക്സ്ട്രാ എനർജിയായി. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചെറിയ കഥയിലൂടെ അത് അവതരിപ്പിക്കുകയാണ്. ഉത്സവ സ്ഥലത്ത് ബലൂൺ കച്ചവടക്കാരൻ ആളുകൾ കുറയുമ്പം നല്ല കളറുള്ള ബലൂണ് ഹീലിയം നിറച്ചിട്ട് മുകളിലോട്ട് പറപ്പിക്കും. അപ്പോൾ പിള്ളേർ ഇത് കാണും, ഇത് കൊള്ളാമല്ലോ, അത്ഭുതമാണെന്ന് അവന്മാർ ഓടി വരും. ഓടി വന്നിങ്ങനെ പിള്ളേർ കൂടി നിന്നപ്പോൾ ഒരു കൊച്ചു കുട്ടി ഈ ബലൂൺ കച്ചവടക്കാരന് ചോദിച്ചു, ചേട്ടാ ചേട്ടാ ഈ കറുത്ത ബലൂൺ ഇങ്ങനെ പറപ്പിച്ചാൽ പൊങ്ങിപ്പോകുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ കച്ചവടക്കാരൻ പറഞ്ഞതാണ്, മോനെ ബലൂണിൻ്റെ നിറമല്ല പ്രധാനപ്പെട്ടത്, അതിനകത്തെന്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നതല്ല പ്രധാനപ്പെട്ടത്, ഞാൻ എന്താണ്, എന്നിൽ എന്താണുള്ളത്, അത് പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരു പോസിറ്റീവ് തിങ്കിങ് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതാണ് നമ്മളെ മേലോട്ട് ഉയരാനായിട്ട് സഹായിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. നമ്മുടെ ആത്മവിശ്വാസവും ക്രിയാത്മക മനോഭാവവുമാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ധാരാളം ആളുകളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവർക്ക് അത് നേടിയെടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി മുമ്പോട്ട് പോയപ്പോൾ അത് സാധിച്ചു. APJ അബ്ദുൽ കലാമിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, നമ്മൾ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം നേടിയെടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനാണ്. ആ സ്വപ്നങ്ങൾ കാണണം, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കുടുംബജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മവിശ്വാസമുള്ളൊരു ഭർത്താവ്, ആത്മവിശ്വാസമുള്ള ഒരു ഭാര്യ, അവരാണ് വിജയിക്കാൻ പോകുന്നത്. അതുപോലെ മക്കളും, ഇവർ രണ്ടുപേരും ആത്മവിശ്വാസമുള്ളതാണ്. മക്കളത് സ്വാഭാവികമായിട്ട് അവർ പകർന്നു കൊടുത്തോളും. അവരും അങ്ങനെയായി തീരുകയാണ്. അത് ആവശ്യമാണ്. എനിക്കൊന്നും ആവില്ല, ഞാൻ അമ്പേ പരാജയമാണേ എന്ന് പറഞ്ഞ് നടന്നാൽ ഒന്നും നമ്മൾ എങ്ങും എത്തത്തില്ല. നമ്മൾ താഴോട്ട് പോകത്തേ ഉള്ളൂ. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ. 1 സാമുവേൽ 17:41 മുതൽ 51 വരെ വിവരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. നമ്മുടെ ദാവീദും ഗോലിയാത്തിൻ്റെ സംഭവമാണ്. ഈ അനുഭവം നമുക്കറിയാം. ഗ്രാമത്തിലെ മനുഷ്യരെല്ലാം ദ്രോഹിച്ചു കൊണ്ടിരുന്ന അതികായനായിരുന്നു ഗോലിയാത്ത്. ഒരിക്കലെ 17 വയസ്സായ ആട്ടിടയ കുട്ടി ദാവീദ് സഹോദരങ്ങളെ കാണാൻ വേണ്ടി അവിടെ പോയതാ, യുദ്ധം ചെയ്യാനൊന്നും പോയതല്ല. അപ്പോൾ അവനിത് കണ്ടിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് ഇവനെ എതിർത്തുകൂടാ? അതാണ് അവൻ ചിന്തിച്ചത്. മറ്റവർ പറഞ്ഞത് എന്താണ്, അയ്യോ അവന് ആർക്കും ഇടിച്ചു വിടാൻ, ആരെല്ലാം എത്ര പേര് നോക്കിയാൽ ഇടിച്ചു വിടാൻ, അത്രയ്ക്ക് ഭയങ്കര ശരീരമുള്ളവനവൻ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് പറഞ്ഞത്, അങ്ങനെയല്ല, ഇടിച്ചാൽ ഒരു ഇടി പോലും മറ്റെവിടെയും തെന്നിപ്പോകാതെ ശരീരത്തിൽ തന്നെ കൊള്ളത്തക്ക അത്ര വലിയ ശരീരമുള്ളവനവൻ, അതുകൊണ്ട് ഇവനെ തോൽപ്പിക്കാനായി എളുപ്പം. മറ്റവർ പറഞ്ഞത് നമ്മൾ ഇടിച്ചാൽ അവനെങ്ങും ഏശിയല്ലതാ. ഇവൻ പറഞ്ഞത് എന്നതാ, ഒറ്റ ഇടി പോലും പുറത്തു പോകത്തില്ല, അത്രയും വലിയ ശരീരമാണ്, അതുകൊണ്ട് നമുക്ക് അവനെ ശരിയാക്കാവുന്ന. ഇവൻ പറഞ്ഞത് അവൻ്റെ വീക്ഷണമാണ്. മറ്റവരെല്ലാം പേടിച്ച് മാറുമ്പം ദാവീദിൻ്റെ വീക്ഷണം അതായിരുന്നു, ഇവനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത. അത് അവനെ വിജയിപ്പിച്ചു എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഗോലിയാത്തിനെ അവന് കൊല്ലുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവനെ വിജയിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു പോസിറ്റീവ് തിങ്കിങ് അത് കർത്താവ് നമുക്ക് എപ്പോഴും നൽകുന്ന ചിന്ത തന്നെയാണ്. ദൈവം പുതിയ നിയമത്തിൽ പിതാവായ ദൈവം പറഞ്ഞ ഒറ്റ വാക്യമേ ഉള്ളൂ എന്നാണ് പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പിതാവായ ദൈവം പറഞ്ഞാൽ അതേ ഉള്ളൂ, ബാക്കിയല്ലേ ഈശോ പറഞ്ഞത്. അപ്പം ആ ഒരൊറ്റ വാക്യം എന്നതാണ്,
ദൈവം എന്നിൽ സംപ്രീതനാണ്, ദൈവത്തിൻ്റെ ഞാൻ പ്രിയപുത്രനാണ്. ഇത് കൂടുതൽ എന്താ വേണ്ടത്? ആ ശക്തനായ ദൈവത്തിൻ്റെ മകനെന്ന മകളെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ കാണണം. അങ്ങനെ കുടുംബജീവിതം നയിക്കണം എന്നാണ് അച്ഛൻ പറയാനുള്ളത്. ഇത് മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ മക്കളിലേക്ക് പകരാൻ പറ്റും, അവർക്കും അത് കൊടുക്കാൻ പറ്റും. അവർ ചിലപ്പോഴൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ അയ്യോ എനിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു വരുമ്പം അപ്പൻ പറയാം, പറ്റൂടാ, നിങ്ങൾക്ക് സാധിക്കൂടാ, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക, സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മനോഭാവം ഉൾക്കൊള്ളണം കുടുംബജീവിതക്കാർ എന്ന് സ്നേഹപൂർവ്വം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ കത്ത് ആരുടേതാണ് ആദ്യത്തെ? ഈ കത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോബിയാണ് എഴുതുന്നത്. വെരി ഗുഡ് ജോബി. അച്ഛ, ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ സാമാന്യം നല്ല കുടുംബ ജീവിതം നയിക്കുകയാണ്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത 2 മക്കളും വിവാഹം കഴിച്ചു. ഇളയ മകൾ മാർത്തോമ സഭയിലെ ഒരു യുവാവുമായി പ്രണയത്തിലാണ്. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ഞങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ അത് അംഗീകരിക്കുന്നില്ല. അതല്ലാതെ മറ്റൊരു ബന്ധം വേണ്ട എന്നാണ് അവൾ പറയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൾ മനസ്സിലാക്കുന്നില്ല. ഞാനും എൻ്റെ ഭാര്യയുമായി ചിലപ്പോൾ ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും അത് അധിക സമയം നിൽക്കില്ല. ആ ദുർമാതൃകയാണോ അവളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത് എന്നെനിക്ക് ഭയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ശാലോം TV-യിലെ അച്ഛൻ്റെ ഫാമിലി കൗൺസിലിംഗ് കാണാറുള്ളവരാണ്. ആകയാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ നീങ്ങണമെന്ന് അച്ഛൻ പറയുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. തീർച്ചയായിട്ടും ജോബിയുടെ വിഷമം അറിയുന്നു. ഇളയ മകളുടെ പെരുമാറ്റം നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വഴക്കുകൾ അധികം നീളാത്തതിനാൽ അവളെ പ്രതികൂലമായി ബാധിച്ചു എന്ന് ഞാൻ പറയുകയില്ല. ഞാൻ അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ കാരണം, ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ലോർഡ്സ് കപ്പിൾസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. നമ്മുടെ കേരളത്തിലെ നവീകരിക്കപ്പെട്ട ദമ്പതികളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ കോർഡിനേറ്റേഴ്സാണ് ഇവർ, ഞാൻ അതിൻ്റെ ആനിമേറ്ററുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കപ്പിൾ സെല്ലിൽ ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഒരു കപ്പിൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛാ എല്ലാം കുടിയൊന്നുമല്ല, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങളത് പറഞ്ഞങ്ങ് തീർക്കും, ഒട്ടും നീണ്ടു നിൽക്കുകയല്ല. അപ്പോൾ അവർ വളരെ മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് ജോബി അതിനെപ്പറ്റി അധികം ടെൻഷൻ എടുക്കണമെന്ന് തോന്നുന്നില്ല. കാരണം പെട്ടെന്ന് തീർക്കുന്നുണ്ട്, അത് പോസിറ്റീവാണ്, അത് ഹെൽത്തി ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ എന്തുകൊണ്ട് എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും പറയുന്നത് കൂട്ടുകാർ ഒരു സ്വാധീനം ചെയ്യുന്നതാണ്, അതാകാം. ഇപ്പോഴത്തെ ചിന്താഗതികൾ ഒക്കെ ആവാം അവളെ വളരെ സ്വാധീനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ തിരുവചനം തന്നെ പറയുന്നില്ലേ, തോബിത്ത് 4:12 സ്വന്തം സമുദായത്തിൽ നിന്നും പങ്കാളിയെ സ്വീകരിക്കുക. അത് ഒരു നാരോ മൈൻഡഡ്നെസ് അല്ല, അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ എന്താണ്, ദമ്പതികൾ തമ്മിലുണ്ടാവേണ്ട മാനസിക ഐക്യത്തിന് ഈ ആത്മീയ ഐക്യവും ആവശ്യമാണ്. അതിലൂടെ അവർക്ക് ഒന്നിച്ച് വളരാൻ പറ്റും. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയല്ല. സ്പിരിച്വൽ സൈഡ് ഇവിടെ, മാനസികം വേറെ, ശാരീരികം വേറെ, അങ്ങനെ 3 സൈഡായിട്ട് പോവുകയല്ല, ഒന്നിച്ച് പോവുകയാണ്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഐക്യം നല്ലതാണ് മാനസിക ഐക്യത്തിന്. അതുകൊണ്ടാണ് അച്ഛനത് റെക്കമെൻഡ് ചെയ്യുക, നല്ലതാണ് എന്നോർക്കുക. അതോടൊപ്പം ഉൽപ്പത്തി 6:1 മുതൽ 6 വരെ വാക്യങ്ങൾ യുവതി യുവാക്കളൊന്ന് വായിക്കണം. ഉൽപ്പത്തി 6:1 മുതൽ 6 വരെ. ഇവിടെ പറയുന്നത് നമുക്കറിയാം, ദൈവപുത്രന്മാർ സൗന്ദര്യമുള്ള ഓരോ വ്യക്തികളെ തന്നിഷ്ടം പോലെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ പറയാണ്, അവരെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം ഖേദിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിഷ്ടമുള്ള പോലെ അല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണിത്. അതാണ് നിസ്സാരമായിട്ട് അതിനെ തള്ളിക്കളയരുത്. അല്ല, നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ പോവുകയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഏതായാലും ജോണി, ഇനി ചെയ്യാനുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, മോളെ ഒരു കൗൺസിലിങ്ങിന് വിടുക. വളരെ
ഡീപ്പറായിട്ടുള്ള പ്രണയമാണോ അതോ ഒരു തോന്നലാണോ എന്നൊക്കെ നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. അതെല്ലാം കൗൺസിലിങ്ങിലൂടെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നമ്മൾ ഇനി വളരെ ഡീപ്പറാണെങ്കിൽ ഞാൻ പിന്നെ ജോബിയെ എനിക്ക് കാണാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. വളരെ ഡീപ്പറാണ് എങ്കിൽ നമ്മൾ വികാരിച്ചനെ കണ്ട് സംസാരിക്കണം. എന്നിട്ട് അതിന് വേണ്ട മാർഗങ്ങൾ ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയേണ്ടതില്ല. അത് പ്രത്യേക അനുവാദമൊക്കെ വാങ്ങിക്കേണ്ട ഒരു കേസ് കെട്ടാണ്. അത് വികാരിച്ചനോട് ബന്ധപ്പെട്ടാൽ മതി. ഏതായാലും ജോബി പ്രാർത്ഥിച്ച് കൗൺസിലിങ്ങിന് പ്രേരിപ്പിക്കുക. അതിലൂടെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിയെടുത്ത് വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൽസ എന്ത് പറയുന്നത് ഇതേപ്പറ്റി? ഇവർ സാമാന്യം നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ ഇടയ്ക്കുള്ള വഴക്കുകൊണ്ടാണ് ഈ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ മകളുടെ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ ഈ ബന്ധം തന്നെ വേണമെന്ന് ഈ മകൾ വാശി പിടിക്കുകയാണെങ്കിൽ ഒരു 2 കൊല്ലത്തെ സാവകാശം കൊടുക്കണം. എന്നിട്ടും അതിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അതാണ് ദൈവം വിധിച്ചതെന്നോർത്ത് സമാധാനിക്കണം. അപ്പം എൽസയുടെ അഭിപ്രായത്തിൽ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് എൽസയ്ക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളിലൂടെയാണ് വന്നത്. ഏതായാലും അങ്ങേയറ്റം അതിനൊരു നിർബന്ധം പിടിക്കുന്ന ഒരു സ്റ്റേജാണുള്ളതെങ്കിൽ ദൈവത്തിന് ഹിതമായിട്ട് അതിനെ കണ്ടുകൊണ്ട് നമുക്ക് നീങ്ങണം എന്നുള്ളതാണ് എൽസയുടെ അഭിപ്രായം, അല്ലേ? അപ്പം അങ്ങനെ നീങ്ങാനായിട്ട് സാധിക്കട്ടെ. അലക്സ് എന്ത് പറയുന്നു? ഇത് എൽസ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ടീനേജ് പ്രോബ്ലമാണ്. ഇത് എല്ലാ കുട്ടികളിലും ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി കോളേജിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എറണാകുളത്തേക്കുള്ള ബസ് യാത്രയിൽ ഒരു ഡ്രൈവറിനെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അവൻ വിസിലും വിളിച്ച് പാട്ടും പാടി കൂളായിട്ടാണ് ഇത്രയും വലിയ സാധനം കൊണ്ടു നടക്കുന്നത്. അത് ഭയങ്കര ക്രേസായി ഇവൾക്ക്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ ഞങ്ങളോട് നല്ലൊരു ധനിക കുടുംബത്തിലുള്ളൊരു കുട്ടിയുമാണ്. പക്ഷേ അവനോട് പറ്റുള്ളെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ കാലക്രമത്തിൽ അത് പറഞ്ഞ് ശരിയായിക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് നാൾ ഇപ്പോൾ ജെൽസ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് നാളത്തേക്ക് സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു വീട്ടുകാർക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത്രയും നാൾ നിങ്ങൾ ഇങ്ങനെ തന്നെ നീ പഠിക്കാൻ പോയിക്കോ. അങ്ങനെ അവളെ പഠിക്കാനായിട്ട് വേറെ സ്ഥലത്തേക്ക് വിട്ട് അതിനുശേഷം ഇങ്ങനെ കാണണ്ടായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫെഡായിട്ടായി പോയി. അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും എല്ലാ ടീനേജിലുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം അവർക്ക് ആകർഷിക്കുന്നത് ഏത് ഭാഗമാണെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഭാഗത്തിലേക്ക് നോക്കുന്നവർക്ക് അത് ഇതാണ് എൻ്റെ ഹീറോ എന്ന് തോന്നും. അത് അവരുടെ പ്രായത്തിൻ്റെതാണ്. അത് മത്തായി 5:16 ഇങ്ങനെ പറയുന്നുണ്ട്, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ഇവരുടെ മഹത്വം ഇത് പ്രകാശിക്കേണ്ടത് അവർക്ക് തോന്നണം, ഈ മക്കൾക്ക് തോന്നണം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് ചെയ്തത് ശരിയാണ്, അവരെ അനുസരിക്കേണ്ടവരാണ്, അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ത്യാഗപ്രവൃത്തി എല്ലാം കാണിക്കുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിനു വേണ്ടി ഒരു സാവകാശം കൊടുക്കുക. പിന്നെ അവരുടെ പെരുമാറ്റം തിരുസഭയോട് എങ്ങനെയാണെന്നുള്ളതും അതെല്ലാം ഈ മക്കൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ തിരുസഭയോട് എങ്ങനെ ചേർന്ന് നിൽക്കണം, കുടുംബത്തിൽ എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ള ആ ഒരു റോളും അവർക്ക് കാലക്രമേണ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിലൊട്ടി ചേർന്ന് നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതിപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് പ്രത്യേകിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം മാത്രമേ. അലക്സും എൽസായും ഏകദേശം ഞാൻ എൽസ പറഞ്ഞത് ഒരു കാര്യം വിട്ടുപോയായിരുന്നു. അതായത് ഒരു 2 വർഷം കൊടുക്കുക എന്നൊരു ചിന്ത എൽസ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ടൈം ക്യൂവേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് അവർ രണ്ടുപേരും സൂചിപ്പിച്ചത്. ഒരു കാലഘട്ടം, ഒരു 2 വർഷത്തേക്ക് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വേണമെന്ന് അത് മകളോട് പറയാം. അങ്ങനെ അനുവദിച്ചിട്ട് കൗൺസിലിങ്ങിലൂടെ അതിൻ്റെ ആഴം മനസ്സിലാക്കിയെടുത്തിട്ട് വേണ്ടവർ നിർദ്ദേശിക്കുക എന്നുള്ള ചിന്തയാണ് തന്നത്. പ്രാർത്ഥനയിലൂടെ അത് സാധിക്കും. അലക്സ് സൂചിപ്പിച്ച ഒരു ഉദാഹരണത്തിൽ
ഒരാളെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ സാധിച്ചുവെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമുക്കും പ്രാർത്ഥനയിലൂടെ പരിശ്രമിക്കാം. ജോബി, ഞങ്ങളും പ്രാർത്ഥന നേരുകയാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? കത്താരുടേതാണ്? അച്ഛ, ഈ കത്ത് പാലായിൽ നിന്നും ആൻസിയാണ് എഴുതുന്നത്. ഓ ശരി. ആൻസി. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾക്ക് 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. മോൾ നഴ്സിങ്ങിന് പഠിക്കുകയാണ്, 3rd ഇയറാണ്. വലിയ ദൈവാനുഭവത്തോടെ ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണം. അച്ഛ, പ്രധാനമായും ഈ കത്തെഴുതുന്നത് എൻ്റെ 2 ആൺമക്കളെ ഓർത്താണ്. അവർക്ക് 2 പേർക്കും പ്രാർത്ഥനയിൽ ഒട്ടും താല്പര്യമില്ല. ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോവുകയില്ല. എൻ്റെ ഭർത്താവ് ഞായറാഴ്ചയിൽ പള്ളിയിൽ പോകും, എങ്കിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും ഒട്ടും താല്പര്യമില്ല. എനിക്കാവുന്ന വിധത്തിൽ അവരോട് ഞാൻ പറയുന്നുണ്ട്. അവരത് കേട്ടതായി പോലും ഭാവിക്കാറില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? അവർക്ക് ഒരു മാനസാന്തര അനുഭവം ഉണ്ടാവുന്നതിനായി പ്രാർത്ഥിക്കണമേ. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും ആൻസി എഴുതിയ കത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. വിഷമം മനസ്സിലാക്കുന്നുണ്ട്. നേഴ്സിംഗ് പഠിക്കുന്ന മകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കാരണം അവരുടെ ശുശ്രൂഷ ഒരു ദൈവിക ശുശ്രൂഷയാണ്. എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആൻസി ആഗ്രഹിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രാർത്ഥിച്ചുകൊള്ളാം. ആൺമക്കൾ പ്രാർത്ഥനയിൽ പള്ളിയിൽ പോക്കിൽ താല്പര്യമില്ലാതെ നീങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഭർത്താവിനും ആത്മീയ താല്പര്യമില്ലെന്ന് തിരിച്ചറിയുകയാണ്. ആൻസി ഒത്തിരി പറഞ്ഞു നോക്കി എന്ന് ആൻസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഞാൻ ആൻസി അഭിനന്ദിക്കുകയാണ്. ആൻസിയുടെ ഭാഗം ആൻസി നന്നായിട്ട് ചെയ്തു. ആൻസി ആദ്യമായി ഈശോയുടെ തിരുരക്തം അവരുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മന്ദതയിൽ നിന്ന് അവരെ ഉണർത്തും. ഇതൊരു മന്ദതയാണ്. പോക്കാൻ താല്പര്യമില്ല, എഗൻസ്റ്റൊന്നും പോയിട്ടില്ല, ഓ മടിയ കഴിയാതെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഒരു മന്ദതയാണ്. അതിന് ഉണർത്താൻ ഈ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. സെയിൻറ്റ് കാതറീൻ ഓഫ് സിയന്ന പറയുന്നുണ്ട്, മന്ദതയുടെ ദുരാത്മാവ് ബാധിക്കാതിരിക്കാൻ തിരുരക്തത്താൽ കഴുകണം എന്ന് പറയുന്നുണ്ട്. കാതറീൻ ഓഫ് സിയന്ന എല്ലാവരോടും പറയുന്നത്, അച്ഛന്മാരോടും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. ചില നമ്മളെയൊക്കെ ബാധിക്കാം ഈ മന്ദത. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കൊരു ആദ്യം തീക്ഷ്ണതയിലൊക്കെ വന്നു, പിന്നെ അത് മാറണമെങ്കിൽ തിരുരക്തത്താൽ കഴുകണമെന്നാണ് വിശുദ്ധ പറയുന്നത്. വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അത് ഈ മക്കൾക്ക് ആവശ്യമാണ്. എഫേസൂസ് 2:13 പറയുന്നുണ്ട്, തിരുരക്തം നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഈശോയുടെ രക്തം നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരുക്കത്തോടെ അവർക്ക് ഒരു ധ്യാനം കൂടാൻ അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചെന്ന് ധ്യാനത്തെ പറ്റി പറയാനല്ല. തിരുരക്തം തളിച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു ചെറിയ ചേഞ്ച് ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ അന്നേരം ഒരു ധ്യാനത്തിന് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബധ്യാനമുണ്ട്, എല്ലാവരും കൂടെ, ആൻസിയും പോകണം, എല്ലാവരും കൂടെ ഒരുമിച്ച് പോയൊരു ധ്യാനം നടത്തുന്നത് നല്ലതാണ്. അത് എത്രയും വേഗം നടത്താൻ പരിശ്രമിക്കുക, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അതിലൂടെ ഒരു പുതിയ ചൈതന്യം ഉണ്ടാകാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുക. ആൻസി ഇനി ഒത്തിരി ഉപദേശിക്കാൻ പോകണ്ട. ഞാൻ പറയാൻ കാരണം ഒത്തിരി പറഞ്ഞു. ഇനി പുതിയ കാര്യം പറയാൻ നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല. വേണ്ട, ഈ രീതിയിൽ പ്രാർത്ഥനയിലൂടെ ഒന്ന് പരിശ്രമിച്ചാൽ മതിയാകും. ദൈവം എല്ലാം ശരിയാക്കും, യാതൊരു സംശയവുമില്ല. അതേപ്പറ്റി അലക്സിന് എന്താ പറയാനുള്ളത്? അത് കുടുംബ പ്രാർത്ഥനയിലും കൂദാശ ജീവിതത്തിലും സഭാ പ്രബോധനത്തിലൊക്കെ പങ്കുചേരുന്ന കുടുംബമാണെങ്കിൽ കുട്ടികൾ എങ്ങനെ പോയാലും അവർ തിരിച്ച് അതിലേക്ക് വന്ന് തന്നെ ചേരും. ഇപ്പോൾ ഈ കുടുംബത്തിലുള്ളതെന്ന് പറഞ്ഞാൽ മാതാവ് ഈ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഭർത്താവിനെ പറ്റിയും ഈ 2 മക്കളെ പറ്റിയും ആകുലപ്പെട്ടുന്നു. പക്ഷേ ഈ ഭർത്താവിനാണെങ്കിലും ഭർത്താവിനെയും മക്കളെയും അവരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഈ അമ്മച്ചിക്ക് സാധിക്കും. പറഞ്ഞാൽ ഇവർ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ കൊണ്ട് സഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ സഹിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവരെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഇവരെ അവിടെ തന്നെ കൊണ്ടുവന്നേക്കുക, ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നേക്കണം. അവരിങ്ങനെ പോകും, അവരെ ഇങ്ങനെ നയിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണ് വേണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർത്താവ് ആ പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയിലൂടെ, ഈ അമ്മച്ചിയിലൂടെ ഈ അപ്പച്ചൻ്റെയും ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും വിശുദ്ധി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ഇവരെ പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും തോറും സാധാരണ ഈ ലോകത്തിലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ലോകത്തിൽ ഉപദേശിച്ച് നന്നാക്കണവരാരുമില്ലെന്നാണ് പറയുന്നത്. ഉപദേശിച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായി പോകും. പക്ഷേ ഈ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനയും അവരോടുള്ള സഹകരണവും എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലാണ് ഒരു പെണ്ണിനെ ഭർത്താവ് ഇടിച്ച് അവസരം എല്ലാ ദിവസവും മദ്യപിച്ച് വന്നിട്ട് ഇടിക്കും ഇങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം ആൾക്കാർക്ക്, അയൽവാസികൾക്ക് സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അയൽവാസികളെല്ലാവരും കൂടി ഇയാളെ വലിച്ചിട്ടിട്ട് ഇയാൾക്കിട്ട് ഇടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പെണ്ണ് എന്നിട്ടും ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടും പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ എന്നെ ഇടിക്കാം, പക്ഷെ നിങ്ങൾ ആരും തുടരരുത്, അതിൻ്റെ കാര്യമൊന്നുമില്ല, എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമുള്ളപ്പെട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളാരും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവർ തോറ്റ് പിന്മാറി. പക്ഷേ അയാൾ വിശുദ്ധിയിലേക്ക് വരികയും ചെയ്തിട്ട് ആ ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവൃത്തി മൂലവും അത് പ്രാർത്ഥിക്കുന്ന പെണ്ണായിരുന്നു, അതുമൂലമാണ് അങ്ങനെ സംഭവിച്ചത്. ജോഷുവ 3:5 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കണം. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ് ഒരു സംഗതി വീട്ടിലേക്ക് ഇട്ട് തന്നിരിക്കുകയാണ്. ഇതിലൂടെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലക്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആൻസി ആ കുടുംബത്തിലേക്ക് ദൈവം അയച്ചത് തന്നെ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ്. ആൻസി ദൈവത്തിൻ്റെ ഉപകരണമായിട്ട് ആ കുടുംബത്തിൽ കടന്നു ചെന്ന് ആ കുടുംബത്തെ രക്ഷിക്കണം. ഉപദേശങ്ങളിലൂടെ അല്ല, ത്യാഗപൂർണമായ സ്നേഹത്തിലൂടെ, ത്യാഗനിർഭരമായ പ്രാർത്ഥന, അതാണ് അലക്സ് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് അലക്സിൻ്റെ അഭിപ്രായം. എന്ന് പറയുന്നു, ഈ മോള് നന്നായി നേഴ്സിംഗ് പഠിക്കുന്നതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയണം. പിന്നെ ഈ ആൺകുട്ടികളെ പറ്റിയുള്ള വിഷമം, അതെ അതെ, മതപരമായ കാര്യങ്ങളിലും കാറ്റഗിസത്തിലും വിടാതെ ഈ കുട്ടികളെ ട്യൂഷനും കോച്ചിങ്ങിനുമൊക്കെ വിടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ 2 ആൺകുട്ടികൾക്കും പിന്നെ ഞായറാഴ്ചയിലും കുർബാനയിൽ പോകാത്ത അപ്പച്ചനുമാണ്. ഞായറാഴ്ച പോലും കുർബാനയിൽ പങ്കെടുക്കുകയുമില്ല. പങ്കെടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മുഴുവനും കൈക്കൊള്ളുകയില്ലെന്നുള്ള ഇത്. ഞായറാഴ്ച ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവരുടെ മാനസാന്തരത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എൽസ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു വേദപാഠത്തിൽ വിട്ടില്ല എന്നുള്ളത് നമുക്കൊന്ന് കത്തിനകത്ത് ക്ലിയർ അല്ല, വിട്ടായിരിക്കും ആൻസി, നമ്മൾ അറിയാൻ പാടില്ല. എന്തോ ആകട്ടെ, അങ്ങനെ വിടാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആൻസി അത് പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം കൂടുതൽ ആൻസി വിഷമിക്കാനല്ല, കൂടുതൽ പ്രാർത്ഥനാപൂർവ്വം ത്യാഗപൂർവമായ സ്നേഹം വഴി അവരെ നേടിയെടുക്കാനും അങ്ങനെ നന്മയിൽ കൊണ്ടുവരാനും ആൻസി കഴിയും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. കേൾക്കുന്ന എല്ലാവരും ആൻസിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരു ദൈവത്തിന് സമർപ്പിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ വനതമ്പുരാനെ, ഞങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ജോബിയെയും ആൻസിയെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കർത്താവെ അങ്ങ് അറിയുന്നല്ലോ. അങ്ങ് കടന്നു ചെന്ന് ആ കുടുംബത്തിന് ആശ്വാസം പകരണമേ. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമ്പുരാനെ, ഇപ്പോൾ ഈ നിമിഷം അവരെ സ്പർശിച്ച് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. കർത്താവെ, ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രക്ഷയുടെ അനുഭവമായിട്ട് ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.